Hi everyone, welcome to our new video. ഇന്നത്തെ വീഡിയോ should be, should have been ഇതെല്ലാം ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം should എന്താണെന്ന് മനസ്സിലാക്കാം. should എന്നത് ഒരു മോഡൽ ഓക്സിലറി വെർബാണ്. should എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്? ഒരു അഡ്വൈസ് കൊടുക്കുമ്പോൾ, ഒരു ഉപദേശം നൽകുമ്പോൾ. should ഉപയോഗിക്കുമ്പോഴുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. should കഴിഞ്ഞ ശേഷം V1 ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും വരുന്നത്. യു ഷുഡ് കം ഹിയർ, നീ ഇവിടെ വരണം. യു ഷുഡ് സിറ്റ് ദർ, നീ അവിടെ ഇരിക്കണം. ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറയാനായി should ഉപയോഗിക്കാം. യു ഷുഡ് റീഡ് ദി ഇൻസ്ട്രക്ഷൻ മാനുവൽ ബിഫോർ using the product. You should read, നീ വായിക്കണം, the instruction manual before using the product. ഒരു സാധനം ഉപയോഗിക്കുന്നതിന് മുൻപായി അത് എങ്ങനെ ഉപയോഗിക്കണം എന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ വായിച്ചിരിക്കണം. ഈ ഷുഡ് ഉപയോഗിക്കുന്നിടത്ത് ഹാവ് ടു ഉപയോഗിച്ചും പറയാം. ഇത് രണ്ടും ഒരേ അർത്ഥമാണ്. ഒരു ഒപ്പീനിയൻ ചോദിക്കുന്ന സമയത്ത്, അതായത് മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കുന്ന സമയത്തും ഷുഡ് ഉപയോഗിക്കാം. വാട്ട് ഷുഡ് ഐ വെയർ ടു ദ പാർട്ടി, പാർട്ടിയിലേക്ക് പോകുമ്പോൾ ഞാൻ എന്ത് ഡ്രസ്സാണ് ഇടേണ്ടത്? വാട്ട് ഷുഡ് ഐ വെയർ ടു ദ പാർട്ടി. ഷുഡ് ഐ ബൈ എ ടിക്കറ്റ് ബിഫോർ ഗെറ്റിംഗ് ഓൺ ദ ട്രെയിൻ, ട്രെയിൻ കയറുന്നതിന് മുമ്പായി ഞാൻ ടിക്കറ്റ് വാങ്ങണോ? എങ്ങനെ ചോദിക്കാം? ഷുഡ് ഐ ബൈ എ ടിക്കറ്റ് ബിഫോർ ഗെറ്റിംഗ് ഓൺ ദ ട്രെയിൻ. ഇതെല്ലാം മനസ്സിലാക്കുന്നതിനോടൊപ്പം പ്രാക്ടീസും ചെയ്യാം. വാട്ട് ഷുഡ് ഐ വെയർ ടു ദ പാർട്ടി. എൻ്റെ ഒപ്പം പറയൂ. വാട്ട് ഷുഡ് ഐ വെയർ ടു ദ പാർട്ടി. Should I buy a ticket before getting on the train? Please repeat. Should I buy a ticket before getting on the train? Next, should be എവിടെ ഉപയോഗിക്കാം എന്ന് നോക്കാം. സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. should be കഴിഞ്ഞ ശേഷം ഒരു അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ ഒരു ആഡ്വേർബോ ആയിരിക്കും. You should be punctual at work. നിനക്ക് ജോലിയിൽ കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം. You should be punctual at work. He should be ready for tomorrow's test. നാളത്തെ പരീക്ഷയ്ക്ക് അവൻ തയ്യാറായിരിക്കണം. He should be ready for tomorrow's test. ഇങ്ങനെ ഒരു കാര്യം നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നിടത്താണ് should be ഉപയോഗിക്കുന്നത്. should be പാസീവ് വോയിസിൽ ഉപയോഗിക്കുമ്പോഴുള്ള എക്സാമ്പിൾ നോക്കാം. വീക്ക്ലി മീറ്റിംഗ്സ് should be conducted to monitor the process. ഒരു കമ്പനിയിൽ അവിടുത്തെ സ്റ്റാഫ് എല്ലാം ശരിയായ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടോ, അവിടുത്തെ നടപടിക്രമങ്ങൾ അനുസരിച്ചാണോ ജോലി ചെയ്യുന്നത് എന്നൊക്കെ അറിയാനായി വീക്ക്ലി മീറ്റിംഗ്, ഒരു ആഴ്ചയിലൊരിക്കൽ മീറ്റിംഗ് ഉണ്ടായിരിക്കണം. വീക്ക്ലി മീറ്റിംഗ്സ് ഷുഡ് ബി കണ്ടക്റ്റഡ് ടു മോണിറ്റർ ദ പ്രോസസ്. പാസീവ് വോയിസ് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരു ഒബ്ജക്റ്റിനെയോ ഒരു വേർബിനെയോ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുമ്പോഴാണ് പാസീവ് വോയിസിൽ പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദീസ് ക്ലോത്ത്സ് ഷുഡ് ബി വാഷ്ഡ്. ഈ വസ്ത്രങ്ങൾ അലക്കിയിരിക്കണം. പാസീവ് വോയിസിൽ പറയുമ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഷുഡ് ബി കഴിഞ്ഞ ശേഷം V3 ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഷുഡ് ഹാവ്. ഷുഡ് ഹാവ് നമ്മൾ എപ്പോഴൊക്കെ ഉപയോഗിക്കേണ്ടത്? ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു, പറയേണ്ടതായിരുന്നു, വാങ്ങേണ്ടതായിരുന്നു, ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനിലാണ് ഷുഡ് ഹാവ് ഉപയോഗിച്ച് പറയുന്നത്. യു ഷുഡ് ഹാവ് കോൾഡ് മീ ടു ഇൻഫോം അബൌട്ട് ദ ചേഞ്ച് ഇൻ പ്ലാൻസ്. യു ഷുഡ് ഹാവ് കോൾഡ് മീ, നീ എന്നെ വിളിക്കേണ്ടതായിരുന്നു. ടു ഇൻഫോം അബൌട്ട് ദ ചേഞ്ച് ഇൻ പ്ലാൻസ്, നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന പ്ലാനിൽ നിന്നും എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ എന്നെ വിളിക്കേണ്ടതായിരുന്നു. എങ്ങനെ പറയാം? യു ഷുഡ് ഹാവ് കോൾഡ് മീ ടു ഇൻഫോം അബൌട്ട് ദ ചേഞ്ച് ഇൻ പ്ലാൻസ്. മറ്റൊരു സെൻറ്റൻസ് കൂടി എക്സാമ്പിളായി നോക്കാം. യു ഷുഡ് ഹാവ് ബൗട്ട് എ ലാപ്ടോപ്പ് വെൻ ഇറ്റ് വാസ് ഓൺ സെയിൽ. അതായത് ഒരു ഡിസ്കൗണ്ട് സെയിലൊക്കെ നടക്കുന്ന സമയത്ത് നിനക്ക് ലാപ്ടോപ്പ് വാങ്ങേണ്ടതായിരുന്നു എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ പറയാം. യു ഷുഡ് ഹാവ് ബൗട്ട് എ ലാപ്ടോപ്പ് വെൻ ഇറ്റ് വാസ് ഓൺ സെയിൽ. ഇതിൻ്റെ എല്ലാം സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഷുഡ് ഹാവ് കഴിഞ്ഞ ശേഷം V3 ഫോം ഓഫ് ദ വെർബാണ് ചേർക്കേണ്ടത്. ലാസ്റ്റ് നോക്കാൻ പോകുന്നത് ഷുഡ് ഹാവ് ബീൻ. ഈ ഷുഡ് ഹാവ് ബീൻ ഉപയോഗിക്കുന്നത് ഒരു കാര്യം ആവണമായിരുന്നു എന്ന് പറയുന്നിടത്താണ് ഷുഡ് ഹാവ് ബീൻ ഉപയോഗിക്കുന്നത്. അതായത് ഷുഡ് ബി എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് ഷുഡ് ഹാവ് ബീൻ. ഫോർ എക്സാമ്പിൾ, ഹി ഷുഡ് ഹാവ് ബീൻ സ്മാർട്ട് യെസ്റ്റർഡേ. ഇന്നലെ അവൻ സ്മാർട്ട് ആവണമായിരുന്നു. ഇവിടുത്തെ സാഹചര്യം ഇന്നലെ നടന്ന ഒരു മീറ്റിങ്ങിൽ സ്മാർട്ട് ആവേണ്ടതായിരുന്നു, പക്ഷേ സ്മാർട്ടായില്ല. അപ്പോഴാണ്
ഇങ്ങനെ പറയുന്നത് ഹി ഷുഡ് ഹാവ് ബീൻ സ്മാർട്ട് യെസ്റ്റർഡേ. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ഷീ ഷുഡ് ഹാവ് ബീൻ മാരീഡ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം അവൾ വിവാഹിതയാവണമായിരുന്നു. ഷീ ഷുഡ് ഹാവ് ബീൻ മാരീഡ് ലാസ്റ്റ് ഇയർ. ഈ ഒരു സെൻറ്റൻസിൽ സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഷുഡ് ഹാവ് ബീൻ കഴിഞ്ഞ ശേഷം ഒരു അഡ്ജക്റ്റീവോ ആഡ്വർബോ ആയിരിക്കും വരുന്നത്. പാസീവ് വോയിസിൽ പറയുമ്പോൾ ഷുഡ് ഹാവ് ബീൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ദിസ് റൂം ഷുഡ് ഹാവ് ബീൻ ക്ലീൻഡ്. ഈ റൂം വൃത്തിയാക്കേണ്ടതായിരുന്നു. ദിസ് റൂം ഷുഡ് ഹാവ് ബീൻ ക്ലീൻഡ്. ദിസ് കാർ ഷുഡ് ഹാവ് ബീൻ സോൾഡ്. ഈ കാർ വിൽക്കേണ്ടതായിരുന്നു. ദിസ് കാർ ഷുഡ് ഹാവ് ബീൻ സോൾഡ്. ഇവിടുത്തെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ്? ഷുഡ് ഹാവ് ബീൻ കഴിഞ്ഞ ശേഷം V3 ഫോം ഓഫ് ദ വെർബാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.